ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്ന് എന്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. കുഞ്ഞുമണിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണേ കാണുന്നത്. അപ്പോൾ കുഞ്ഞുമണി രാവിലെ എണീറ്റിട്ടുണ്ട്. ഇത് ഇന്നലെ വാങ്ങിച്ച ബ്രഷാണ്. പുതിയ ബ്രഷ് ആയതുകൊണ്ടാണ് കേട്ടോ ഉറക്കത്തിലേ ഇതേ ബ്രഷ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് പുള്ളിക്കാരി. അങ്ങനെ ഞാൻ കുഞ്ഞുമണിയും കൂടെ രാവിലെ പോയി പല്ല് തേച്ചിട്ടോ. പല്ലിയൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ഒരു വിധമൊക്കെ ഇരുന്ന് അങ്ങ് പല്ലിപ്പിക്കും. അപ്പോൾ പല്ലൊക്കെ തേപ്പിച്ച് കഴിഞ്ഞിട്ട് ആദ്യമേ വന്ന് കുഞ്ഞുമണിയുടെ കാലിൽ എണ്ണ ഇട്ട് കൊടുത്തിട്ടോ. ഡോക്ടർ പറഞ്ഞാൽ നല്ല രീതിക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. പിന്നെ അത് കണക്ക് തന്നെ ക്രീം ഇടുന്നുണ്ട് കേട്ടോ കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും. ഇടയ്ക്ക് നല്ല ഡ്രൈ ആകുമ്പോഴത്തേക്കും കുഞ്ഞിന് ചൊറിയും കേട്ടോ. അപ്പോൾ ചൊറിഞ്ഞ് പൊട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അങ്ങനെ പല്ലൊക്കെ തേച്ച് സുന്ദരിമണിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ ഒരു പൊട്ടൊക്കെ വെച്ച് തന്നെത്താനെ വെച്ചതാണ് കേട്ടോ. പൗഡർ ഇട്ടേക്കുന്നതാണ് മുഖത്ത്. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ടാറ്റയും പിന്നെ ഉമ്മയും തരുവാണേ. അങ്ങനെ അതിനൊക്കെ ശേഷം കുഞ്ഞുമണിക്ക് ഫുഡ് കഴിക്കാൻ കൊടുത്തിട്ട് അപ്പം രാവിലെ മുട്ടയും പാലുമാണ് കേട്ടോ. ഇന്ന് രാവിലെ കൊടുക്കുന്നത് എനിക്ക് മുട്ടയും പാലും. അപ്പം മഞ്ഞ ഇഷ്ടമല്ലേ പുള്ളിക്കാരിക്ക്, അതുകൊണ്ട് അത് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. ഈ പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴും ഒക്കെ കഴിക്കുന്നത് ഈ പ്ലേറ്റിലാണ്. എനിക്ക് വലിയ പ്ലേറ്റ് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് കുഞ്ഞു പ്ലേറ്റ് ആണ് കേട്ടോ ഇഷ്ടം. ഇപ്പം കുഞ്ഞുമണി വന്നപ്പോഴും കുഞ്ഞുമണിയും കഴിക്കുന്ന ഈ പ്ലേറ്റിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലേറ്റ്. അങ്ങനെ അടുത്തതായി കുഞ്ഞുമണിയുടെ നഖം വെട്ടുവാണ് കേട്ടോ. കുറച്ച് രീതിക്ക് വളർന്നിട്ടുണ്ട് നഖം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നഖം വെട്ടു. കുഞ്ഞുമണിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അതാണ് മുഖത്തായ എക്സ്പ്രഷൻ. അങ്ങനെ നഖം വെട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിൽ വന്നിട്ടോ. കുഞ്ഞുമണിക്ക് കുറച്ച് നേരം പാല് കൊടുക്കാന്ന് വിചാരിച്ച്. 2 വയസ്സാവുന്നല്ലേ ഉള്ളൂ. പാല് കൂടി നിർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാല് കൊടുക്കും. പാലൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പഠിത്തത്തിലേക്ക് പോയിരിക്കാൻ കേട്ടോ. കുഞ്ഞുമണിക്ക് 8 മാസമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ ഈ ബുക്ക് വാങ്ങിയതാണ് കേട്ടോ. ഇത് മീഷോനാണ് വാങ്ങിയത്. ഇത് പിള്ളേർക്ക് പഠിക്കാൻ നല്ല ഹെൽപ്ഫുൾ ആവും കേട്ടോ. നല്ല ബുക്കാണിത്. കുഞ്ഞുമണിയുടെ പഠിത്തത്തിനൊക്കെ ശേഷം ഞാൻ ഒരു ആപ്പിളും പാലും കൂടി ഇട്ട് ഷേക്ക് അടിച്ച് കൊടുത്തു കേട്ടോ. ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയത്. അപ്പോൾ വാരി കൊടുക്കുകയാണ് കുഞ്ഞുമണിക്ക്. അങ്ങനെ കുഞ്ഞുമണിയുടെ കുളിയൊക്കെ കഴിഞ്ഞതേ വന്നിട്ടുണ്ട് കേട്ടോ. ആണോ? അപ്പോൾ കുഞ്ഞുമണി ചോദിച്ചാൽ എല്ലാവരും കേട്ടല്ലോ. അതിനുള്ള റിപ്ലൈ ഒക്കെ കുഞ്ഞുമണിക്ക് കൊടുത്തേക്കണേ. ഇത് കണ്ടോ, കുഞ്ഞുമണിക്ക് ഇത്രയും മുടി ഉണ്ട് കേട്ടോ. കുഞ്ഞുമണി ജനിച്ചപ്പോൾ മുതലുള്ള മുടിയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ വെട്ടിയിട്ടില്ല. നമുക്ക് പണി കൊണ്ടുപോകാനുള്ള നേർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ 2 വയസ്സിലെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 മണിയായപ്പോഴത്തേക്ക് കുഞ്ഞുമണിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കാണ് കേട്ടോ. വെളിയിരുത്തിയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്, വാരി കൊടുക്കും. അങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് മാമന് ഉമ്മ കൊടുക്കുന്നതൊക്കെയാണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഇതാണ് ഈ വീട്ടിലെ സ്ഥിരം പരിപാടി. അനിയത്തി എന്തെങ്കിലും കാണിക്കും, അത് കണ്ടിട്ട് മോള് കാണിക്കും കേട്ടോ. ഇതാണ് ഇവിടെ നടക്കുന്നത്. അവൾ എന്തൊക്കെ കാണിക്കും അതിനനുസരിച്ച് ഇവളും കാണിച്ചോളൂ. ഇവളാണ് കേട്ടോ കുഞ്ഞുമണിക്ക് ഓരോന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവൾ എന്തോ കാണിക്കും അതേ കണക്കാനെ ഇവൾ ഇമിറ്റേറ്റ് ചെയ്യും കേട്ടോ. അതിപ്പോൾ പിണങ്ങിക്കുന്ന ആഴ്ച ഇവളും വന്ന് പിണങ്ങിക്കും. ഇവളൊന്ന് ചിരിച്ച് അവളും കൂടെ ഒന്ന് ചിരിക്കും. അങ്ങനെ അടുത്തതായി നിങ്ങൾ കാണുന്ന കുഞ്ഞുമണിയുടെ ഡാൻസ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ചുമ്മാ ഒന്ന് പാട്ടിട്ടത്. അപ്പോഴത്തേക്കും ഇവിടെ തുള്ളിക്കളിക്കുകയാണ്. കഴിച്ചിട്ട് വാ പോലും കഴിവിട്ടില്ല കേട്ടോ. അങ്ങനെ നിന്ന് ഡാൻസ് കളിക്കണം. പാട്ട് കേട്ട് അപ്പം തുള്ളണം. അതേ ഒരു വൈബാണ് കേട്ടോ. ഉറങ്ങാൻ പോകുന്നത് നിങ്ങൾ കേട്ടല്ലോ, ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഉറങ്ങിയിട്ടില്ലായിരുന്നു പുള്ളിക്കാരി ഇതേ ഇവിടെ വന്നിട്ട് മണ്ണി കളിക്കുമായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേരൊക്കെ മണ്ണി ഇരുന്ന് കളിക്കുന്നതൊക്കെ. അങ്ങനെയല്ലേ പിള്ളേർ വളർന്നത്. ഫോണൊന്നും കൈ കൊടുക്കാതെ, ഫോണിന് അഡിക്റ്റ് ആവാതെ പിള്ളേരുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങി കളിക്കട്ടെ. അതുകൊണ്ട് ഞാൻ കുഞ്ഞുമണീനെ അങ്ങ് പുറത്തേക്ക് വിടും കേട്ടോ. അവളും കളിച്ച് വളരട്ടെ ഇതിനകത്തൊക്കെ. അങ്ങനെ 1 അരമണിക്കൂറത്തെ മണ്ണിൽ കളിക്കൊക്കെ ശേഷം ഞാൻ രണ്ടാമത് പിന്നെയും കുളിപ്പിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പറയാം ടാറ്റ, ഞാൻ ഉറങ്ങാൻ പോവാന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ കുഞ്ഞുമണി നിങ്ങൾക്ക് ഉറങ്ങാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ കുഞ്ഞുമണിയുടെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കൂടെ കൂടിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ടാറ്റ, ബൈ ബൈ, സീ യു.